സംഘർഷഭരിതമായിരുന്നല്ലോ. അജണ്ട കൗൺസിൽ യോഗം വിളിച്ചാൽ സാമാന്യ മര്യാദയ്ക്ക് കൗൺസിൽ യോഗത്തിന് സംസാരിക്കാനാണ് തയ്യാറാവേണ്ടത്. അത് പ്രതിഷേധക്കാർ ഡൈസിന്റെ മുന്നിൽ വന്നിട്ട് പ്രതിഷേധം പ്രകടിപ്പിക്കുകയല്ലല്ലോ വേണ്ടത്. എന്നിട്ട് അതിനുശേഷം ചെയർമാൻ്റെ അടുത്ത് സംസാരിക്കണമെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ വരുന്നത് ശരിയല്ല. ഞാൻ വളരെ കൗൺസിൽ യോഗത്തിൽ തന്നെ പറഞ്ഞു, നിങ്ങൾ സ്ഥലത്തിരിക്കൂ, സാമാന്യമായി സംസാരിക്കാം, അജണ്ടകൾ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടും അവർ കേൾക്കാതെ പ്രതിഷേധക്കാർ മുടി വലിച്ച് ഇഴുക്കുകയും എൻ്റെ കൈയിന് സർജറി കഴിഞ്ഞതാ, കൈയിനെ പിടിച്ച് വലിക്കുകയും പ്രതിപക്ഷ CPM-ന്റെ ലീഡറായിട്ടുള്ള സെലീന ചെയ്ത പ്രവർത്തികളാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ശരിക്കും പറഞ്ഞാൽ പോലീസുകാർ നോക്കി നിൽക്കെ ഇത് ചെയ്തത് വലിയൊരു അപഹാസ്യമാണെന്ന് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ അജണ്ട പാസ്സായോ? അജണ്ട പാസ്സായി, അതിൽ യാതൊരു സംശയമില്ല. ഡോക്ടർ ഹെഗ്ഗേവറുടെ പേര് തന്നെ നമ്മുടെ ബഡ്സ് സ്കൂളിന് വരും എന്നുള്ളതിൽ യാതൊരു സംശയം. അതിനൊരു പിന്നോട്ടേ ഇല്ല. പ്രതിപക്ഷ സമരക്കാർ ചോദിക്കുന്നത് ഹെഡ്ഗേവർ ആരാണ്, സ്വാതന്ത്ര്യ സമരത്തിൽ എന്ത് പങ്കാണ് ഹെഡ്ഗേവർ ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. സേനാനികളുടെ പേര് മാത്രമാണോ ഇവിടെ ഇടുന്നത്? സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് മാത്രമൊന്നുമല്ല ഇവിടെ. വാര്യംകുന്നത്തിന്റെ ടൗൺ ഹാളിന്റെ പേര് വാര്യംകുന്നം സ്വാതന്ത്ര്യ സമര സേനാനിയാണോ? ജിന്നയുടെ പേരിട്ടിട്ടുണ്ട്. സ്വാതന്ത്ര്യ സേനാനികളുടെ മാത്രമേ പേരിടാൻ പാടുള്ളൂ എന്ന് എവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. മനസ്സിലായോ? സമര സേനാനി അല്ല, സേനാനിയല്ല. പാലക്കാട് നഗരസഭ BJP ഭരിക്കുന്നെങ്കിൽ BJP തീരുമാനിക്കും ബഡ്സ് സ്കൂളിനോ അല്ലെങ്കിൽ ഞങ്ങൾ എടുക്കുന്ന കെട്ടിടങ്ങൾക്ക് എന്ത് പേരിടണമെന്നത് BJPക്ക് തീരുമാനിക്കാനുള്ള അംഗസംഖ്യ ഇവിടെ ഉണ്ട്. നേരത്തെ സമരക്കാരുമായി പോലീസ് താങ്കളോട് സംസാരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു, താങ്കൾ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല എന്നാണ് കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ്? അജണ്ടയ്ക്ക് വിളിച്ചപ്പോ കൗൺസിൽ യോഗം വിളിച്ച് സംസാരിക്കാൻ തയ്യാറാവാൻ ഞാൻ പലതവണ പറഞ്ഞു, നിങ്ങൾ സീറ്റിലിരിക്കൂ, ഞാൻ സംസാരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ പ്രതിഷേധക്കാർ അവിടെ പ്രതിഷേധിക്കുകയും ഇപ്പൊ ചെയർമാന്റെ റൂമിലേക്ക് വന്ന് സംസാരിക്കാൻ തയ്യാറല്ല എന്നാണ് പറഞ്ഞത്. നിലവിലൊരു സംഘർഷ സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിനൊരു പരിഹാരം കാണേണ്ടതില്ല, അത്തരത്തിലേക്കൊന്നും പോകുന്നില്ല. ഇല്ല, അതിന് പിന്നോട്ടേ ഇല്ല. ഡോക്ടർ ഹെഗ്ഗേവറുടെ പേര് തന്നെ ഇടും, അതിലൊരു പിന്നോട്ടേ ഇല്ല. അനുവദിക്കില്ലെന്ന പ്രതിപക്ഷവും പറയുന്നത്. അപ്പോൾ സംഘർഷ സാധ്യതയല്ലേ, അത് പരിഹരിക്കണ്ടേ? അവരെങ്ങനെ മുന്നോട്ട് പോയിക്കോട്ടെ. ഇപ്പൊ എങ്ങനെയാണോ അവരുടെ പ്രതിഷേധം ആ രീതിയിൽ പോട്ടെ, അവരുടെ ധർമ്മം അവർ ചെയ്യട്ടെ, നമ്മുടെ ധർമ്മം നമ്മൾ ചെയ്യും. ഇത് തന്നെയാണ്.